വലിയ മഹത്വമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് അതിനേക്കാൾ ബഹുമാനമുള്ള ഒരു കുടുംബത്തിൽ വന്ന് വലിയ ബഹുമാനമുള്ള ആളുകളോടൊപ്പം ജീവിച്ച് ധാരാളം മഹത്വങ്ങൾ സമ്പാദിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ഒരു നല്ല ഉമ്മയുടെ 8ാമത്തെ ആണ്ട് 9ാമത്തെ ആണ്ട് ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം പ്രത്യേകമായി പറയാതെ തന്നെ നമുക്ക് അറിയുന്നതാണ്. ഞാനിവിടെ മുത്തഅല്ലിമീങ്ങൾ പുതിയ ടീം വന്നതിന് ശേഷം ആദ്യമാണ് വരുന്നതിന്റെ ഓർമ്മ. അഹ്ലുൽ ബൈത്തിനോടുള്ള അദബ്, അഹ്ലുൽ ബൈത്തിനോടുള്ള അദബ് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ കുട്ടികളാണ് ഇരിക്കുന്നത്. അപ്പോ ഉഷാറുള്ള കുട്ടികളായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നീട് വലിയ ഉയർച്ചയും തറക്കിയും കിട്ടാറുണ്ടല്ലോ. അപ്പൊ നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അഹ്ലുൽ ബൈത്തിനോടുള്ള അദബ് വലിയ ഒരു സംഗതിയാണ്, രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ മഹാപണ്ഡിതനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്നെ പറഞ്ഞത് അഹ്ലുൽ ബൈത്തിനെ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുക എന്നാണ്. അഹ്ലുൽ ബൈത്തിനെ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുക എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അവരുടെ ചെറിയ 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 ഒരു അനുയായിയാകാൻ പോലും അവകാശമില്ലാത്ത നമ്മൾ തീർച്ചയായും അഹ്ലുൽ ബൈത്ത് മുഖേന വിജയിച്ചു കിട്ടും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളും ഈ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാവരും അഹ്ലുൽ ബൈത്തിനെ ഖൽബ് കൊണ്ട് ബഹുമാനിക്കണം. കാണുമ്പോൾ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ അതോറിറ്റി എന്ന നിലക്ക് ചിലപ്പോൾ ബഹുമാനിച്ചു എന്ന് വരാം, അതുകൊണ്ട് വലിയ കാര്യമില്ല. ഞാനൊക്കെ ബഹുമാനിക്കാറില്ല, കാരണം നമ്മൾ കമ്പനി ആയതുകൊണ്ട്. പക്ഷെ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ നമ്മൾ അവരെ ബഹുമാനിക്കുന്നവരാവണം. പ്രകടനത്തിൽ മാത്രം ബഹുമാനം ഉണ്ടായതുകൊണ്ട് പ്രയോജനമില്ല.
അതേ സമയത്ത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അഹ്ലു ബൈത്തിനോട് നമ്മുടെ കൽവിൽ എത്ര ബഹുമാനമുണ്ട്, അതനുസരിച്ചാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകുക. അല്ലാഹു അങ്ങനെയുള്ള വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിത്തരുമാറാകണം. ധാരാളം അഹ്ലു ബൈത്തിലെ സഹോദരിമാർ കൂടി ഈ മജ്‌ലിസിൽ ഉള്ളത് കൊണ്ട് ഒരു മിനിറ്റ് തങ്ങളപ്പം ഓർക്ക് വേണ്ടി ഒറ്റ വാക്ക് ഞാൻ പറയാം. അഹ്ലു ബൈത്ത് എന്ന ഗണത്തിൽ പുരുഷന്മാരും സ്ത്രീകളും വലിയ ബഹുമാനമുള്ളവരാണ്. പുരുഷന്മാർക്ക് പ്രത്യേക ബഹുമാനം, സ്ത്രീകൾക്ക് ബഹുമാനം കുറവും എന്ന് അഹ്ലു ബൈത്തിൽ ഇല്ല. മാത്രമല്ല അഹ്ലു ബൈത്തിന്റെ അസല് യഥാർത്ഥത്തിൽ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പൊ അഹ്ലു ബൈത്തിലെ സഹോദരിമാർക്ക് വലിയ ബഹുമാനമുണ്ട്, സ്ഥാനമുണ്ട്. ഒറ്റ കാര്യം ഞാൻ ഈ മുത്താലിബുകൾക്ക് വേണ്ടി പറയാം, എപ്പോഴെങ്കിലും ഒരു പ്രസംഗിക്കാൻ ചാൻസ് കിട്ടുമ്പോൾ നേച്ചറില്ലാതെ കുടുങ്ങിയത്. അതിനൊറ്റ വിഷയം പറയട്ടെ. എന്താണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിധങ്ങൾ വല്ലാത്തൊരു ടെൻഷൻ തലയിൽ കയറി. മനസ്സിങ്ങനെ ടെൻഷൻ കയറുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻഷൻ തീർക്കാൻ വേണ്ടി പോകാറുള്ളത് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അത് മാത്രം മതിയല്ലോ ഫാത്തിമാവിന്റെ ബഹുമാനം മനസ്സിലാക്കാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമം വരുമ്പോ അത് തീരാനുള്ള മാർഗം ഫാത്തിമ ബീവിയുടെ അടുത്തൊന്ന് പോയിട്ട് കുറച്ച് സംസാരിച്ചിരിക്കലാണ് എന്ന് പറയുമ്പോ ഫാത്തിമ ബീവിയുടെ സംസാരത്തിന് എത്ര പവർ ഉണ്ടാവും, ഫാത്തിമ ബീവിക്ക് എന്തൊക്കെ കഴിവുണ്ടാവും. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കാൻ മാത്രമുള്ള കഴിവും പക്വതയും ഒക്കെ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നതാണല്ലോ പറയുന്നതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വന്നപ്പോ ഫാത്തിമ ബിയുടെ മുഖം വല്ലാത്തൊരു നിറാണ്, കാണാൻ വയ്യ, വല്ലാത്തൊരു വിഷമത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടം കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ ഫാത്തിമ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ 3 ദിവസമായിട്ട് ഈ വീട്ടിലൊരു ഭക്ഷണമില്ല, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാനില്ല. എന്റെയും അലിയുടെയും കാര്യത്തിൽ റളിയല്ലാഹു അൻഹുമാ ഞങ്ങൾക്ക് സങ്കടമില്ല, ഞങ്ങൾക്ക് അന്തം വെച്ചവരും വിവരം വെച്ചവരാണ്. പക്ഷെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ഇരിക്കുന്ന അഹ്ലു ബൈത്തിന്റെ ഉപ്പാപ്പമാർ, അല്ലാഹുവേ അവരെ കൊണ്ട് ഞങ്ങൾ സലാമത്താക്കി തരണേ. ആമീൻ. ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് യാഥാർത്ഥ്യത്തിന്റെ സ്നേഹം അവരെ കൂടെ ഞങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണേ. ആമീൻ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ചെറിയ കുട്ടികളാണ്, അവർക്ക് വിശപ്പ് താങ്ങാൻ കഴിയുന്നില്ല, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമായിട്ടില്ല. ആ 2 മക്കളും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് 3 ദിവസമായി എന്റെ മുഖത്ത് നോക്കി കരയുമ്പോ ഞാൻ എങ്ങനെ അവരെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയുന്നില്ല നബിയേ എന്ന് പറയുമ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണുനീരോടുകൂടി പറഞ്ഞു, ഫാത്തിമ നീ ഒരു കാര്യം ചെയ്യും, സാധാരണ നീ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കും, നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യും. നമുക്കൊരു പ്രയാസം വരുമ്പോ, ഒരു പരീക്ഷ വരുമ്പോ, ഉസ്താദ് ഒരു പുൽമാലിൽ നമ്മൾ പെട്ടിട്ട് പിടിച്ചപ്പോ ഏതാണെങ്കിലും സലാമത്തായി കിട്ടണല്ലോ, അങ്ങനെ ഒരു വിഷമം നമുക്ക് വരുന്ന സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ സുന്നത്ത്. ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് വേഗം അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടും. ആ ഉടനെ ഉത്തരം കിട്ടുന്നതിന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു ശൈലിയുണ്ട്. എന്താ ശൈലി? 2 കണ്ണില്ലാത്ത ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീലവലാണ്. 2 കണ്ണില്ലാത്ത ഒരാളിങ്ങനെ വരികയാണ്. മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കി, സങ്കല്പിച്ചാൽ ചെലവൊന്നുമില്ലല്ലോ. 2 കണ്ണില്ലാത്ത ആളിങ്ങനെ വരാൻ, 2 കണ്ണില്ലാത്ത ആളിങ്ങനെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എനിക്ക് 2 കണ്ണുമില്ല നബിയെ, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, എന്റെ കണ്ണൊന്ന് തിരിച്ചു തരണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവലാ തസ്ബിറു, ക്ഷമിക്കല്ലേ നല്ലത്. കണ്ണുണ്ടായാലാണ് സകല കുരുത്തകളും ഉണ്ടാവും അല്ലെ? കണ്ണില്ലെങ്കിൽ എന്തൊരു സുഖം, ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്യൂല. വലിയ നിഅമത്താണ് കണ്ണൊരു മനുഷ്യനല്ല കൊടുക്കാതിരിക്കാന്നുള്ളത്. ആ കണ്ണില്ലാത്ത സമയത്ത് ക്ഷമിക്കല്ലേ നല്ലത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബി പറഞ്ഞു, ക്ഷമിക്കൊക്കെ തന്നെയാണ് നല്ലത്, പക്ഷേ എനിക്ക് എന്റെ വീട്ടിൽ ഒതു കൊടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരെ ആളില്ല, ആരും എന്നെ കൈപ്പിടിക്കാൻ എന്റെ വീട്ടിലില്ല, അതുകൊണ്ട് എനിക്ക് കണ്ണ് വേണം നബിയെ. സ്വർഗം എന്തായിരുന്നാലും എനിക്ക് വേണം, കണ്ണ് എനിക്ക് വേണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ പഠിച്ചു. ആ ദുആ ഈ മുത്തല്ലിമീങ്ങൾക്ക് മുഴുവൻ ഉസ്താദ് പഠിപ്പിച്ചു. ആ ദുആ പഠിക്കാത്തൊരു കുട്ടി നമ്മളെ ദർശനം പുറത്തിറങ്ങാൻ പാടില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക
وأتوجه إليك بنبيك نبي الرحمة يا محمد إني أتوجه بك إلى ربي ليقضي لي حاجتي اللهم شفع فيا. ഇതാണ് ദുആ. ദുആന്റെ അർത്ഥം പറയുന്ന കുട്ടിയെ ദുആ അർത്ഥം പറയുന്ന മുമ്പ് എന്തുണ്ടായി എന്ന് പറയാം. ഇയാള് പോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ 2 കണ്ണേറ്റ് അടിച്ചു പൊളിച്ചിങ്ങനെ വരുന്നു. നേരെ ഇങ്ങനെ 2 കണ്ണൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ഇങ്ങനെ വരികയാണ്. എന്താ ഇവിടെ സംഭവിച്ചത്? അല്ലാഹുമ്മ ഇന്നി, പടച്ചവനെ ഞാൻ, അസ്അലുക നിന്നോട് ചോദിക്കാം. അള്ളാഹ്ക്കല്ലാതെ ലോകത്ത് വല്ല കഴിവുണ്ടെങ്കിൽ അപ്പം ഉണ്ടോ? അല്ലാത്ത ആർക്കെങ്കിലും കഴിവുണ്ടോ? ഉണ്ടോ? ലോകത്ത് അല്ലാത്ത ആർക്കെങ്കിലും കഴിവുണ്ടോ? ഇല്ല. അള്ള കൊടുത്ത കഴിവ് എല്ലാവർക്കും ഉണ്ട്. അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ. ബാക്കി കഴിവുകളൊക്കെ അള്ളാഹു കൊടുത്തതാണ്. അപ്പൊ അല്ലാഹുമ്മ ഇന്നി അസ്അലുക നിന്നോട് ഞാൻ ചോദിക്കാൻ, ഫഅതവജ്ജഹു ബിക ഇലാ റബ്ബി നിങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് ഞാൻ മുന്നേറുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിൽ. അതിന് നമ്മുടെ ഭാഷയിൽ എന്ന് പറയും തവസ്സുൽ ചെയ്യാന്ന് പറയും. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. മൂന്നാമത്തെ ദുആ യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയേ. ഇതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഇതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാത്തവരോട് നേരിട്ട് വിളിച്ച് സഹായം ചോദിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കാൻ ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്ത ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ അതിന്റെ ഹുക്ം എന്താണ്? ഏറ്റവും ചുരുങ്ങിയ സുന്നത്തെങ്കിലുമാണ്. ഏറ്റവും ചുരുങ്ങിയ സുന്നത്തെങ്കിലുമാണ്. യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിലാണ് പഠിച്ചവനെ എന്റെ ആവശ്യം പൂർത്തിയാക്കിക്കൊണ്ട്. എന്താ അയാൾ ആവശ്യം? അങ്ങനെ പറഞ്ഞു, കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് അയാൾ ആവശ്യം. ചോദിച്ചപ്പോൾ 2 കാഴ്ചയും തിരിച്ചു കിട്ടുകയും ചെയ്തു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇസ്തിഗാസ ചെയ്യണം, തവസ്സുൽ ചെയ്യണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇത് 3ഉം ഒരുമിച്ച് കൂടിയാൽ ഉത്തരം ഉറപ്പാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറയാ, ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പഠിച്ചവരോട് ചോദിച്ചോ. ഫാത്തിമ ബീവി അല്ലേ, ആള് വളരെ ഹിക്മത്തുള്ള സ്ത്രീയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി നേരെ പോയി 2 റക്അത്ത് നിസ്കരിച്ചു. ആ നിസ്കാരം കഴിഞ്ഞിട്ട് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒറ്റ ദുആ. എന്താ ദുആ? പഠിച്ചവനെ ഈസാ നബിന്റെ ഉമ്മയായ മറിയം റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലെ ഭക്ഷണം നേരിട്ട് മായിദ ഇറക്കി കൊടുത്ത റബ്ബാണ്. സൂറത്തുൽ മായിദ ഉണ്ടല്ലോ, അല്ലാഹ് സ്വർഗ്ഗത്തിൽ നിന്ന് നേരിട്ട് ഭക്ഷണത്തിന്റെ തളിക ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആർക്ക്? മറിയം റളിയല്ലാഹു. എന്താ മറിയം ബീവിയുടെ ബഹുമാനം? ഈസാ നബിയുടെ ഉമ്മയായിന. ഈസാ നബിയുടെ ഉമ്മയായതുകൊണ്ട് മറിയം ബീവിക്ക് ബഹുമാനമുണ്ടെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയായതുകൊണ്ട് ആമിന ബീവിക്ക് ബഹുമാനം ഉണ്ടാവോ? അതിൽ സംശയിക്കുന്നവന് ബുദ്ധിയുണ്ടോ? നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ് ഞാൻ ചോദിക്കുന്നു റബ്ബേ. ഫാത്തിമാവിന്റെ ദുആ. പഠിച്ചവനെ മറിയം ബീവിക്ക് ഈസാ നബിയുടെ ഉമ്മയായതുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്ത റബ്ബേ, ആ ഈസാ നബിയുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി ഞങ്ങളുടെ മകളാകുന്ന ഞാൻ നിന്നോട് പറയുന്ന റബ്ബേ, ഞങ്ങളുടെ കുടുംബം പട്ടിണിയിലാണ്, എന്റെ വാപ്പ പട്ടിണിയിലാണ്, എന്റെ ഭർത്താവ് പട്ടിണിയിലാണ്, എന്റെ മക്കള് പട്ടിണിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണത്തളിക താഴേക്ക് ഇറങ്ങി വന്നു. നേരെ സ്വർഗ്ഗത്തിൽ നിന്ന് നേരെ ഭക്ഷണത്തളിക താഴേക്ക് ഇറങ്ങി വന്നു. ബഹുമാനപ്പെട്ട ഫാത്തിമ ബി സന്തോഷത്തോടുകൂടി ഭക്ഷണത്തളികയിട്ട് നേരങ്ങൾ ചെല്ലുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ചൂടായി. അലി റളിയല്ലാഹു അൻഹു ചൂടായി. മാങ്ങ ഉണ്ടാക്കിയിട്ട് അല്ലേ, ഉണ്ടാക്കാറിപ്പോ ഉമ്മമ്മ ചൂടാൻ കഴിഞ്ഞത്. ഇങ്ങനത്തെ കളി നിങ്ങൾ കളിക്കരുത് എന്ന് പറഞ്ഞത് അത് ഉമ്മാര് അങ്ങനെ ചൂടായി. ആ ചൂടായ സമയത്ത് അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് മുത്തുനബിന്റെ മകളാണ് എന്നുകൊണ്ട് നിങ്ങള് ദുനിയാവ് ഉണ്ടാക്കുകയാണോ എന്ന് ചോദിച്ചു. മുത്തനബിന്റെ മകളാണ് എന്ന് കരുതിയിട്ട് ദുനിയാവ് ചോദിക്കുകയാണോ റബ്ബിനോട് എന്ന് ചോദിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ട് പറഞ്ഞു, അലി എന്റെ മക്കൾക്ക് അത് ചോദിച്ചു വാങ്ങാനുള്ള അധികാരമുണ്ട്, നിങ്ങൾ അതിൽ ഇടപെടേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ ഈ അഹ്ലുബൈത്തിനോട് ഇന്ന് ആവശ്യപ്പെടുന്നത്,
നല്ല ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ വന്നത്. എനിക്ക് സലാമത്ത് കൊണ്ട് കിട്ടണം. എല്ലാ ബീതാപ്പാരും എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്യണം. അല്ലാഹു സലാമത്താക്കി തരണം. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ജലീലിന്റെ വാക്ക് മരിച്ചിട്ട് കുറച്ചായിട്ടും 40 ജേട്ടന് തൊട്ടടുത്ത് തന്നെ മരണപ്പെട്ടുള്ളൂ. അല്ലാഹു ഖബർ സന്തോഷമാക്കുമാറാകട്ടെ. ധാരാളം ആളുകൾക്ക് ദുആ ചെയ്യേണ്ടവരായി നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ പേരൂരും അല്ലാഹു ഖബർ സന്തോഷമാക്കുമാറാകട്ടെ. നമ്മളൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന സഹോദരനാണ്. അതുപോലെ ധാരാളം ആളുകൾ എണ്ണി പറഞ്ഞ് ദ്വാരക്കാൻ മുഴുവൻ നമുക്ക് ദ്വാരക്കാനുള്ളതാണ്. നമ്മുടെ മുഹമ്മദ് അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ആഫിയത്ത് തിരിച്ചു നൽകട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് രോഗികളുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവർ രോഗികളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സാദിന്റെ അളച്ചന്റെ ഉമ്മ അടുത്ത ദിവസം മരണപ്പെട്ടു. അല്ലാഹു ഖബർ സന്തോഷമാക്കുമാറാവട്ടെ. അങ്ങനെ നമുക്ക് ധാരാളം ആളുകൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. ആ ദുആ ചെയ്യുമ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അഹ്ലു ബൈത്തിന്റെ ദുആ അത് കിട്ടണം, അതിന് സലാമത്താവണം എന്ന വലിയ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അള്ളാഹു നമ്മളൊക്കെ സലാമത്താക്കി പെരുമാറാവട്ടെ. നിർത്തുന്നു. ഉസ്താദിനോട് ചെറിയ ഉസ്താദുമാരോട് ചെറിയ മങ്കൂസ് മൗലിദിന്റെ മഅന ഈ കുട്ടികൾക്ക് കാണാതെ പഠിപ്പിച്ചിട്ടുള്ള ഷറഫുൽ അനാമിന്റെ മഅന ഞാനിത് പറയുന്നത് മറ്റൊരർത്ഥത്തിലല്ല, മറിച്ച് വലിയ ആളുകളായിട്ട് പിന്നെ ഇസ്തിഹാസ പറ്റുമോ, അതിന് എണ്ണുണ്ടോ, അതിന് വലിപ്പുണ്ടോ, അതിന് അതിലെത്രയാണ് നമുക്കുള്ള ചർച്ചകൾ വരുന്നത്. നമ്മൾ ഈ മങ്കൂസും ഷറഫുൽ അനാമൊക്കെ ശരിക്കൊന്ന് ഉള്ളിൽ മനസ്സിലാക്കാത്ത കുഴപ്പമാണ്. അതുകൊണ്ട് നമ്മളൊന്ന് നല്ലോണം മനസ്സറിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ഒരു മാന മനസ്സിലാക്കി കൊടുത്ത് പോകാൻ ശ്രമിച്ചാൽ ഒരുപാട് സൈറ മക്കളിൽ ഉണ്ടായിക്കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ലതുപോലെ സൂക്ഷിച്ച് നല്ലതുപോലെ ശ്രദ്ധിച്ച് പരിശുദ്ധ ദീൻ പറഞ്ഞെടുത്ത് തന്നെ നിന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞെടുത്ത് നിന്ന് നമ്മുടെ കൽബും ദീനും രക്ഷപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ ഒരുപാട് ഖുർആൻ ഖത്മ് ചെയ്തിട്ടുണ്ട്. കുടുംബം ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. എല്ലാം കൂടി വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യണം. മക്കളെ നീ ഏറ്റെടുക്കണേ റഹ്മാൻ, ഏറ്റെടുക്കണേ റഹ്മാൻ. ആര് ചെറിയ കുടിയ മക്കളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ റഹ്മാൻ. മക്കൾക്ക് നമുക്ക് മാതാപിതാക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇസ്ലാമിനും പരിശുദ്ധ ദീനിനും ഉപകരിക്കുന്ന മക്കളാക്കി ഞങ്ങൾ മക്കളെ നീ വളർത്തണേ അല്ലാഹ്. അത്തരത്തിലുള്ള തർബിയത്ത് നീ നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്ത് നമ്മളെ മക്കളെ നീ ഊട്ടി ഉറപ്പിക്കണേ. നമ്മുടെ ജീവിതത്തിലോ നമ്മൾ വരാനിരിക്കുന്ന പരമ്പരകളിലോ ഇതുപോലുള്ള കാര്യങ്ങളെ മറത്തുവാനെ മോശമാക്കി കാണുന്ന ഒരു വ്യക്തിയെയും നമ്മൾ ആർക്കും നീ നൽകല്ല കുടുംബത്തിൽ നൽകല്ല അല്ലാഹ്. ഈ കക്ഷിയെപ്പോഴും തരല്ല റബ്ബേ, തരല്ല അല്ലാഹ്. നോക്കിക്കാണുന്ന മോശമായി നോക്കിക്കാണുന്ന ഒരു വ്യക്തിയെയും നമ്മളിൽ ആർക്കും നീ തരല്ല റബ്ബേ. അത്രയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കമാലിയത്തോട് കൂടെ മഹബത്ത് വെച്ച് ആ മഹബത്തോട് കൂടി ജീവിക്കുന്ന ധന്യതയുള്ള മക്കളാക്കി നമ്മൾ ഈ മക്കളെ നീ വളർത്തണേ റഹ്മാൻ. ഒരു കക്ഷിയെയും നമ്മളിലേക്ക് നീ അടുപ്പിക്കല്ല. സ്ഥാപനങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ, ഉസ്താദുമാരെ നീ ഏറ്റെടുക്കണേ റഹ്മാൻ. എല്ലാവിധ കുതന്ത്രങ്ങളും അവരിലേക്ക് തന്നെ നീ മടക്കണേ. നീ ബലിപ്പിക്കല്ല, നീ ബലിപ്പിക്കല്ല, നീ ബലിപ്പിക്കല്ല. കണ്ണന്മാരെ കണ്ണിനും പെടുത്തല്ലോ, രഹസ്യങ്ങൾ ഹെൽത്തിന് പെടുത്തല്ലോ, മക്കളുടെ മക്കളും പെടുത്തല്ലോ. നീ ഏറ്റെടുക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. വീടിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, മക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, നിങ്ങൾ ഏറ്റെടുക്കണേ അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, സഹായിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, സഹകരിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നിങ്ങളെ നീ കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്. واحفظ أهلنا واحفظ أساتذتنا واحفظ ربائنا ومراهدنا واحفظ من أحب وأحسن إلينا واحفظ من أوصانا بحفظك وكرمك وبحفظ حبيبك وبحفظ أنبيائك وأوليائك يا خير الحافظين. واغفر لنا وإياهم يا خير الفاتحين، واغفر لنا وإياهم يا خير الناصرين، وارزقنا وإياهم يا خير الرازقين، واهدنا وإياهم بهدايتك يا خير الهادين، واهدنا وإياهم بهدايتك يا خير. اللهم نحن
عبيدك الضعفاء والفقراء والمساكين ارحمنا يا راحم المساكين ربي الأول മാസത്തിന് അതിനർഹിക്കുന്ന രൂപത്തിൽ ബഹുമാനം കൽപ്പിച്ച മുഅ്മിനീങ്ങളെ കൊടുത്തണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ കൊടുത്തണേ അല്ലാഹ് റസൂലുള്ളാഹി സന്തോഷിക്കുന്ന മജ്ലിസിനെ കബൂലാക്കണേ അല്ലാഹ് പരിഹാരത്തിനുള്ള മജ്ലിസായി സ്വീകരിക്കണേ അപരാധികൾ പറയാനുള്ള മജ്ലിസായി സ്വീകരിക്കണേ മുറാദ് ഹാസിലുള്ള മജ്ലിസായി നമ്മളെ ഈ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാഹ് ഒരുപാട് മജ്ലിസുകൾ ഈ നേരിടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് അവസാനത്തെ മജ്ലിസ് ആക്കല്ല റബ്ബേ അവസാനത്തെ പരിപാടിയാക്കല്ല അല്ലാഹ് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടുന്ന പോലത്തെ എല്ലാ മദ്ഹുകളും എല്ലാ മജ്ലിസുകളും പങ്കെടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി ഒരുപാട് മരണപ്പെട്ടു പോയി അവർക്കെല്ലാം വിട്ടുകൊടുത്ത് മാപ്പാക്കണേ അല്ലാഹ് നമ്മുടെ ഖബറുകളൊക്കെ നീ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കി ചുറ്റുവാൻ കിടക്കുന്ന അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി കൊണ്ട് റബ്ബേ നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉമ്മാമാര് ഉപ്പമാര് ഉപ്പാപ്പമാര് വല്യപ്പമാര് സാന്നിധ്യന്മാര് അയൽവാസികൾ നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ദ്വാരക്കണമെന്ന് ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ റബ്ബേ ഇന്ന് മണ്ണിന്റെ അടിയിലാണ് റബ്ബേ അവരുടെ ഹവാലികൾ നിനക്കറിയാം അല്ലാഹ് അവരുടെ ജീവിതം നിനക്കറിയാമല്ലോ അല്ലാഹ് അവർക്കും നമുക്കും നീ ഖൈർ കൊണ്ട് വിധിക്കണേ ഖൈർ കൊണ്ട് വിധിക്കണേ അല്ലാഹ് ഇതിന്റെ ശർറും കൊടുത്തല്ല റബ്ബേ ഒരു ശർറും നീ അവരെ നമ്മളെ കൊടുത്തല്ല റബ്ബേ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി പറഞ്ഞാലും കേട്ടാലും എന്ത് തമാശകൾ പറഞ്ഞാലും മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ആഖിബത്ത് വിജയിച്ചവരിൽ കൊടുത്തണേ റഹ്മാനേ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാനുള്ള തൗഫീഖ് നൽകണേ ആമീൻ കൂടി ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ ആമീൻ നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ല ദിവസത്തിൽ റഹ്മത്തിന്റെ മലായികത്തുകൾ സാക്ഷികളായി നമുക്ക് മരണം നൽകണേ റഹ്മാനേ എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്ത് നൽകണേ അല്ലാഹ് സിഹത്ത് നൽകണേ അല്ലാഹ് ഇസ്സത്ത് നൽകണേ അല്ലാഹ് ആമീൻ തന്ത്രങ്ങൾ കൊടുത്തല്ല റബ്ബേ ആമീൻ കോട്ട വരുന്ന ഒന്നിനെ നമ്മൾ ആയിരിക്കും ആമീൻ അത്തരത്തിൽ തന്ത്രം ഉണ്ടാക്കുന്നവർക്ക് സൽബുദ്ധി നൽകണേ അല്ലാഹ് ആമീൻ ബുദ്ധി നൽകണേ റബ്ബേ ആമീൻ ഐക്യം നൽകണേ റഹ്മാൻ ആമീൻ ഐക്യം നൽകണേ റഹ്മാൻ വിവിധ വൈശാചിക മത്സരങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് നീ അയക്കല്ല റബ്ബേ അവരിലേക്ക് തന്നെ നീ മടക്കണേ റഹ്മാൻ സ്നേഹം മനസ്സിലേക്ക് സ്നേഹിക്കുന്നവരടുത്തോട്ട് നമ്മൾ എത്തിക്കണേ റഹ്മാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മഹബത്ത് വെച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ് നമ്മളെ കൈകാലുകളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ് പോകുമ്പോ ഈ പറയപ്പെടുന്ന മഹാന്മാരുടെ വർക്കത്തുകൊണ്ട് ആ സമയത്ത് നമ്മളിലേക്ക് അവരുടെ പ്രകാശം നൽകി അവരുടെ അത്തരത്തിൽ പ്രവർത്തനം നമ്മളെ കാത്തു രക്ഷിക്കണം ചെയ്യാനുള്ള തോന്നി തരല്ല റബ്ബേ ചെയ്യാനുള്ള സാഹചര്യം നമ്മളിൽ നിന്ന് നീ പറ്റി ഒഴിവാക്കണേ നമ്മളെ നീ കാത്തു രക്ഷിക്കണം നമുക്ക് ആർക്കും ഹജ്ജത്ത് തരല്ല റബ്ബേ തരല്ല റബ്ബേ മരണം തരല്ല റബ്ബേ നീ മകളാക്കല്ല റബ്ബേ മക്കളെ കൂടി സ്ഥാനത്തായി കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ മക്കൾക്ക് നീ ഒരു സ്ഥാനത്തെത്തിക്കണേ റബ്ബേ സ്ഥാനത്തെത്തിക്കണേ റബ്ബേ സ്ഥാനത്താക്കി കണ്ടതിന്റെ ശേഷം മരിക്കാനുള്ള തൗഫീഖ് നൽകണേ ഭാര്യമാർക്ക് നീ ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാഹ് സിനിമകൾ ചെയ്യുന്നവരാണ് റബ്ബേ അവർക്ക് പ്രതിഫലം നൽകണേ റബ്ബേ പ്രതിഫലം നീ നൽകണേ റബ്ബേ കുടുംബത്തിൽ നമ്മുടെ മക്കളിലും കൂടിയതിനെല്ലാം നീ ഖൈറാത്ത് ബർക്കത്ത് ഏറ്റി നൽകണേ അല്ലാഹ് തുടങ്ങി വെച്ച എല്ലാ പ്രവർത്തനത്തിലേക്കും നിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കണേ അല്ലാഹ് നീ നോക്കണേ റഹ്മാനേ നോട്ടം നോക്കല്ല റബ്ബേ നോട്ടം നോക്കണേ റഹ്മാനേ ഗൾഫിൽ ജോലി ചെയ്യുന്ന മക്കൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റബ്ബേ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ് മുസീബത്തിനും അവരെയും ഞങ്ങളെ കൊടുത്തല്ല റബ്ബേ ദുർമരണങ്ങളിൽ നിന്ന് പെട്ട് റോഡിൽ നിന്ന് കിടന്നു മരിക്കുന്ന ഒരു ദുരവസ്ഥയും നമുക്ക് ആർക്കും നീ നൽകല്ല സ്നേഹിക്കുന്നവർക്ക് നൽകല്ല സ്നേഹിക്കുന്നവർക്ക് നിന്റെ വല്ലാത്ത ഹിബ് നൽകണേ വല്ലാത്ത മദത് നൽകണേ ദാരുണമായിട്ടുള്ള വർത്തമാനത്തിൽ ആരെയും നീ കേൾപ്പിക്കണ്ട കൂടിയിട്ടുണ്ട് ഹരിവത്തിലേക്ക് ബഹുമാനം പറഞ്ഞിട്ടുണ്ട് എല്ലാ ബഹുമാനത്തെയും നീ സ്വീകരിക്കണേ നമ്മളെ കൽവിലൊക്കെ നീ കമാലിയത്തിലേക്ക് എത്തിക്കണേ
എത്തിക്കണേ റബ്ബേ. നീ പരിപൂർണ്ണത എത്തിക്കണേ റബ്ബേ. ആ വഴിക്ക് നമ്മളോട് ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുത്തി തന്നെ ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുത്തി തന്നെ റഹ്മാനെ, രക്ഷപ്പെടുത്തി തരണേ റഹ്മാനെ. റബ്ബനാ ഹസ്സിൽ മുറാദനാ اللهم حسن مرادنا اللهم حسن مرادنا مراد من أوصانا ومراد من حضر مجلسنا ومراد من قال آمين يا محسن المرادات أمراضنا أمراض من أوصانا يا شافي الأمراض اللهم أد ديوننا اللهم أد ديوننا اللهم أد ديوننا اللهم أعزنا ولا تذلنا ولا تفضحنا بنبيك مصطفى محمد صلى الله عليه وسلم بلغ آمالنا حقق رجاءنا اللهم حقق رجاءنا اللهم حقق رجاءنا في هؤلاء الشرفاء الكرماء المذكورين اللهم اجعل جمعنا هذا جمعا مباركا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما നമ്മളെ കൂടിയവർക്കും കൂടിയതാവരെല്ലാവരുടെ അഹലുകാർക്കും അഖിരിബായിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സറിഞ്ഞ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന മനസ്സറിഞ്ഞ് സലാം പറയാൻ തൗഫീഖ് നൽകണേ ആമീൻ. കാണാനുള്ള തൗഫീഖ് നൽകണേ ആമീൻ. കാണാനുള്ള തൗഫീഖ് റബീഉൽ അവ്വലിന്റെ മാസം കൊണ്ട് നൽകണേ ആമീൻ. നൽകണേ ആമീൻ. അതിന്റെ ബർക്കത്ത് കൊണ്ട് ജീവിതത്തിൽ മഖബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകണേ ആമീൻ. തൗഫീഖ് നൽകണേ ആമീൻ. തൗഫീഖ് നൽകണേ ആമീൻ. برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله